പ്രാർത്ഥന മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ആര് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ ആ പ്രാർത്ഥിക്കുന്നവരെല്ലാം ജീവിതത്തിൽ വിജയം കണ്ടെത്തിയിരിക്കും. എന്തിനൊക്കെ പ്രാർത്ഥിക്കണം, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, ഇതൊക്കെ മനുഷ്യ മനസ്സുകളിൽ പൊങ്ങുന്ന ചോദ്യങ്ങളാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കാനല്ല, എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കണം. നിങ്ങൾ കടബാധ്യതയുള്ള വ്യക്തിയാണോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. നിങ്ങൾ മാനസിക സമ്മർദ്ദം ഒത്തിരി അനുഭവിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങൾ വലിയ കുരുക്കിൽ അകപ്പെട്ട് കിടക്കുകയാണോ, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങൾ വലിയ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണോ, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി തടയപ്പെട്ടിരിക്കുകയാണോ, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഞാൻ ചില കാര്യങ്ങൾ ഊന്നി പറയുന്നത് എന്തിനാ? എല്ലാറ്റിനും പ്രാർത്ഥനയാലും. സ്തോത്രം. അടുത്ത പദം ശ്രദ്ധിച്ചോ, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, ദൈവത്തോട് സ്തോത്രം, ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എല്ലാറ്റിനും പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും ദൈവത്തോട് അപേക്ഷിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു മറിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടുക്കരുത്. പ്രാർത്ഥന നിങ്ങളെ വിജയത്തിലെത്തിക്കും. നിങ്ങൾ തോറ്റു എന്ന് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നയാളാണ്. എല്ലാറ്റിനും പ്രാർത്ഥന. ഇന്ന് തൊട്ട് മുടങ്ങാതെ പ്രാർത്ഥന. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥന, അർദ്ധരാത്രി പ്രാർത്ഥന, ഏതു നേരത്തും പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയാൽ ഒരു വിടുതലുണ്ട്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എല്ലാറ്റിനും പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. യേശുവിന്റെ കൈ അവരെ തൊടുമാറാകണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം. അവരുടെ പ്രതിസന്ധികൾ മാറിപ്പോകണം. അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വെളിപ്പെട്ടു വരണം. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാറ്റിനും പ്രാർത്ഥിക്കുന്നവരായി തീരുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഗോഡ് ബ്ലെസ് യു.